ഡിസ്കൗണ്ട് നോക്കാം. എനിക്ക് ഞാൻ എല്ലാവരെയും വിളിച്ചതാണ് കേസ്, ഞാൻ എല്ലാവരെയും വിളിച്ചതാണ് ചുമ്മാ അടന്ന് തെറി വിളിച്ചോണ്ടിരിക്കില്ലേ ബ്രോ. ഞാൻ എല്ലാവരെയും വിളിച്ചാണ്, എല്ലായിടത്തും ഗ്രൂപ്പിലും പറഞ്ഞിട്ട് പോയതാ. ചുമ്മാ ഒരുത്തനും ഒന്ന് എന്തേലും ചെയ്യാന്ന് പറഞ്ഞു വന്നാൽ അതിനും വരത്തില്ല. കുഴപ്പമില്ല, ഇത് നോക്കാം. ഞാൻ എല്ലായിടത്തും ഒരുപാട് വട്ടം പറഞ്ഞാടാ ഒന്ന് വരണേ, ടെസ്റ്റ് സ്ട്രീംസ് ആണ്, ഒന്ന് വരണേന്ന് എല്ലാവരോടും പറഞ്ഞതാ. ഡിസ്കൗണ്ട് റോൾസ് നോക്കാം, കുഴപ്പമില്ല. വണ്ടി കയറ്. ഇത് എന്റെ ഇവിടുത്തെ പാണ്ടറാണ് സ്പാർക്ക്. ഓ ഞാൻ അവിടുത്തെ പാണ്ടറാണ്. അപ്പൊ എനിക്ക് ഊഹിക്കാം എന്താണ് അവസ്ഥയെന്ന്. ചന്ദ്രു വീട്ടിൽ പോരാ, നിന്റെ വീട്ടിൽ പോ, നമുക്ക് എന്റെ ബാഗ് ഒക്കെ വെച്ചിട്ട് വന്ന ഡ്രസ് മാറാം. ഇല്ലടാ, നമുക്ക് ആദ്യം ഡ്രസ്സൊക്കെ മാറിട്ട് പോയ പോരെ? ഇല്ല ബാഗ് വെച്ചിട്ട് വരാം, ശരിയാവില്ല. നിർബന്ധമാണോ? നിർബന്ധമായിട്ട് വീട്ടിൽ പോകണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ചെന്നിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ടോ. ആ തെന്നിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് അപ്പം ഇവിടെ ചെയ്യും. ഇവിടെ നിന്ന് നേരെ പോയി റെയിൽവേ സ്റ്റേഷൻ. ചന്ദ്രു നീ മെയിൻ അല്ലേ അപ്പൊ? സംബന്ധം പറഞ്ഞു കഴിഞ്ഞാ ഞാനിവിടെ വന്ന് ഇവിടുത്തെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തപ്പോഴത്തേക്കും കയ്യിലെ പൈസയൊക്കെ തീർന്നു. പിന്നെ നിവർത്തില്ല വന്നപ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങ് ആപ്റ്റായി. ഇപ്പൊ കണ്ടില്ലേ, ഇത് നമ്മുടെ സ്പാർക്ക്, എന്റെ കമ്പനി അടപ്പുറം രണ്ടി കിടക്കും. അല്ല ഫുഡ് വെള്ളമൊക്കെ എവിടെ നിന്ന് കിട്ടും? എന്നെ പറഞ്ഞ സമൂഹ സദ്യ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഐ ലവ് യു, കൂടുതലൊന്നും പറഞ്ഞില്ല എനിക്ക്. യു ഷുഡ് ലവ് മീ. കുട്ടി എസ് പറഞ്ഞാൽ കുട്ടിക്ക് ജീവനോടെ പുതിയ സെറ്റായവന് പുറത്തു പോവാ, അല്ലെ ഞാൻ വെടിവെച്ചിടും. എസ് പറഞ്ഞോ? ദയാദാക്ഷിണ്യം ഒന്നുമില്ല. ഒരുണ്ടും കൂടെ ആള് തീരും. എസ് പറഞ്ഞോ? എസ് പറഞ്ഞോ? എസ് പറയാൻ നാളെ ഞാൻ വിളിക്കും, വരണം. നാളെ സിറ്റി കയറി കഴിഞ്ഞാ ഞാൻ ഉണ്ടെങ്കിൽ എന്നെ കോള് വിളിക്കണം, അല്ലെങ്കിൽ നാളെ ചാട്ടവാറിനായിരിക്കും അടി. പറയാനില്ല ഒന്നും. ബയ്യോ എന്റെ മുഖത്ത് നോക്കി നിഷ്കളങ്കമായിട്ട് മിസ് യു എന്ന് പറഞ്ഞിട്ട് പൊക്കോ. കണ്ടന്മാരുമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാൻ നിക്കല്ലേ. കുട്ടിയുടെ അച്ഛനും അമ്മയും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എല്ലാം ഞാൻ തന്നെ. ഫോൺ എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാം കോൺടാക്ട് വിളിച്ച് ഫോൺ എടുക്ക്. എന്റെ ഫോണിൽ ആകെ കുട്ടിയുടെ നമ്പർ മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ കുട്ടി അത് മാത്രം മതി. പക്ഷെ അറിയോ, ഇഷ്ടമില്ലല്ലേ? കൃത്യ ഇഷ്ടമില്ലല്ലേ? ഞാൻ പറഞ്ഞു ഫോണ് നിനക്ക് വരാൻ പണിയൊന്നുമില്ലടാ, എനിക്ക് ഒത്തിരി പണിയുണ്ട്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തോന്നിയാസം പോലുള്ള കമന്റ് എടുത്ത് ചാനലിൽ വന്നിട്ടുണ്ട്. നീ പൊക്കോ, നീ ഇറങ്ങിപ്പോടാ. ക്യൂട്ട്നെസ് ആരും വിതറാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് വയസ്സ് കുറഞ്ഞിറങ്ങുന്നതാണ്. കൊച്ചുപിള്ളേരെ പോലൊക്കെ പിണങ്ങി ഇറങ്ങി പോണെന്നൊക്കെ പറഞ്ഞല്ലോ പിള്ളേര് സിറ്റിയിൽ നിന്ന്. ഞാൻ പിണങ്ങി ഇറങ്ങിയൊന്നുമില്ല. ഇല്ലടാ, ഞാൻ പറഞ്ഞു, ഞാൻ കൊറേ വട്ടം പറഞ്ഞല്ലേ ഞാൻ കേറുന്നില്ല. ഞാൻ ഡിസ്കൗണ്ട് നോക്കിട്ട് ഞാൻ കുറച്ച് നമുക്ക് രണ്ട് അടിയൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഡിസ്കൗണ്ട് റോൾസ് നോക്കിക്കൊണ്ടിരിക്കുക. ഡിസ്കൗണ്ട് നോക്കിട്ടോ, ഞാൻ സാധനം സെറ്റാക്കി വെക്കാൻ നേരം. ഇല്ല കുഴപ്പമില്ല, നാളെ കേറിക്കോളാം. സീനില്ല ചുമ്മാ കേറി വാ. പിള്ളേര് പ്രശ്നം ഉണ്ടാക്കും. ആലോചിച്ചിട്ട് വാ, 10 ഡിസ്കൗണ്ട് വാ. മുക്കല്ലുണ്ട് എല്ലാം. ഏതിനകത്ത് ഇത് പറയണല്ലോ? ഞാൻ വീഡിയോ ശരി ശരി നടക്കട്ടെ. അങ്ങോട്ട് പോയേ. അയ്യേ ഇവർക്ക് വട്ടടാ. ചുമ്മാ പല്ലടിച്ചേരി ഇവിടെ ഇവിടാടാ. അയ്യേ എന്തൊക്കെയാ പറയുന്നത് നീ? ഹലോ നീ ഇവിടെ ഇറങ്ങി പൂട്ടി നിന്റെ അഭിനയം. ഇറങ്ങാ പൂട്ടി ഇവരെ ഇറക്കി വിടറാ. പൂട്ടിന്നും പറഞ്ഞത് നിൽക്കുന്നു നാണമില്ലാതെ. എന്തിരി റോമ? ഇല്ല റോമ, നിന്റെ അസുഖം നിർത്തേക്കോ. അടിച്ച് നിന്റെ ഈ കെട്ട കോട നിർത്തിക്കോ. ഇറങ്ങടി. അയ്യേ
ബാബുവിന്റെ ചോദ്യം കേട്ടാ മതിയാവാത്തതാണ് പുറകെ എടാ പട്ടി ഇവിടെ ചീടി ചത്ത താഴെ വീട്. പ്രശ്നം കേട്ടാ പുതിയ വീട്ടിൽ വെച്ച് മുതലാളിക്ക് ആദ്യം ഒരു ഉമ്മ വെക്കണേ. എടാ ഗ്യാങ് ഹൗസിലാണോ അത്? എടേ അറിയില്ല ബ്രോ, എനിക്ക് ഞാൻ ഇല്ല അത് എനിക്ക് എൻ്റെ മൈൻഡേ പോയി. എൻ്റെ സത്യമായിട്ട് പറയാം, സീരിയസ്ലി പറയാം. ഞാൻ കുറേ വട്ടം പറഞ്ഞതാ ഒരുമാതിരി ഇതായിപ്പോ എനിക്ക് സത്യമായിട്ട് പറയാം. ചെയ്യാനുള്ള മൂടേ പോയി സത്യമായിട്ട് എൻ്റെ. സക്കീറിന്റെ അമ്മ ആർമിയിൽ വന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കേറുമായിരുന്നു തന്റെ അടുത്ത് പോയി പറ നിന്റെ. ഹലോ ഹായ് മോളെ, 2 ദിവസമായാലും കണ്ടിട്ട് ആലോചിച്ചോ അമ്മ പറഞ്ഞ കാര്യം? എന്റെ വീട്ടുകാരുടെ സമ്മതം കൂടെ എനിക്ക് നോക്കണ്ടേ? കാരണം എന്താണ്? അമ്പോ നല്ലൊരു കുട്ടിയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ചേട്ടനായിട്ട് കാണാൻ താല്പര്യം, അതുകൊണ്ടാണ്. നന്നായി വരട്ടെ. ഓക്കെ നന്നായി വരട്ടെ. ഓക്കെ സർവമംഗളം ഭവതു. നീ മുടിഞ്ഞു പോടി. അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് നീ മുടിഞ്ഞു ഓടിയത്. എന്റെ അളിയ രാമച്ച സാറേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കേസിന്റെ കാര്യം. കേസിന്റെ കാര്യം പറഞ്ഞായിരുന്നു സാർ അതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഭരചന്ദ്രൻ സാറ്. ഓക്കെ സാർ, എന്താണ് സാർ? രാമച്ചൻ എന്നല്ലേ പേര്? സാർ എന്റെ കക്ഷി നിരപരാധിയാണ്. അല്ല, ഞാൻ അപരാധിയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, അപരാധി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഡയലോഗ് പുള്ളിക്കാരത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ രാമച്ചൻ? കണ്ടിന്യൂ ചെയ്തോളൂ. സംസാരിക്കും. എന്റെ കസ്റ്റഡിയിലുള്ള ആളെ സംസാരിക്കൂ. കസ്റ്റഡിയിലോ? അല്ല, പേഷ്യന്റ് സംസാരിക്കും. പേഷ്യന്റോ? രാമച്ചൻ LLB ആണോ MBBS ആണോ? അല്ല, ഞങ്ങള് പേഷ്യന്റ് ആയിട്ടാണ് എല്ലാരും കാണുന്നത്. പിണങ്ങല്ലേടാ അയ്യടാ, പിണങ്ങിയൊന്നുമല്ല ബ്രോ. നമ്മളൊരു കാര്യത്തിന് എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഇന്ന് കുറേ വട്ടം ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, ഒരു ഒന്നെടാ എല്ലാവരോടും ഒന്ന് വരണേ എന്നുള്ളൊരു രീതിയിൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞതാണ്. അപ്പോഴത്തേക്കിന് നീ ഇപ്പോൾ ഡ്രീമറിൻ്റെ ലൈവ് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്ക്. ആകെ അവൻ മാത്രമേ ഉള്ളൂ. എന്നെ നീകനും വന്നിപ്പോൾ. ഞാൻ ഇന്ന് ടി വിയിൽ എല്ലാവരോടും ഒന്ന് കയറാൻ ഓൾറെഡി പറഞ്ഞതാ. ഇപ്പം ഇവന്മാർക്ക് ഇപ്പം ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ലൈക്ക് അതൊന്നും വരാൻ പോലും ഉള്ളൊരു ഇത് തോന്നില്ലെന്നുള്ളൊരു ഇതേ ഉള്ളൂ, വിഷമമുള്ളൂ എനിക്ക്. വേറെ ഒന്നുമില്ല. ഞാൻ ഇത് ഓൾറെഡി ഞാനിന്ന് പറഞ്ഞ കേസ് നമ്മൾ ടെസ്റ്റ് സ്ട്രീം ഇടുകടാ, എല്ലാവരും ഒന്ന് വാറ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് വരണേ എന്ന് പറഞ്ഞതാ. അപ്പം അത് ഇതാക്കിയപ്പോഴത്തേക്കിനും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. നാളെ അവര് ബാബുവും സരക്കും കൂടെ ഒന്ന് വരട്ടെ കേസ്, എന്നിട്ട് എല്ലാരും വന്നിട്ട് സെറ്റ് ആക്കി. എന്റെ വില്ലുമോനെ, നിന്റെ ഉദ്ദേശം എന്തുവാ? എനിക്ക് ഓൾറെഡി നമ്മൾ കണ്ടതാ. നെയ്മറെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ തൊപ്പിന്നാ? നെയ്മർ ഇഷ്ടപ്പെടാൻ ഒന്ന് നെയ്മറിന്റെ സ്കിൽസ് അതാണ് കിട്ടുക എല്ലാവർക്കും ഇഷ്ടമുള്ളത്. പക്ഷെ എനിക്ക് നെയ്മറിനെ ശരിക്കും എനിക്ക് നെയ്മർ ഇഷ്ടപ്പെടാൻ കാരണം എന്താ അറിയോ? നെയ്മറിന് എന്റെ ഒരു കട്ട അങ്ങനല്ല, ഞാൻ ഇതാക്കി പറയുന്നില്ല, പക്ഷെ ശരിക്കും ഇല്ല അല്ലെ. നെയ്മർ ചെറുതായിട്ട് എന്റെ ഒരു കട്ടില്ലേ, ഇങ്ങനത്തെ തൊപ്പി എന്തേ ഉണ്ട്, ഇങ്ങനത്തെ തൊപ്പി എന്തേ ഉണ്ട്. വെയിറ്റ് അത് ആ തൊപ്പിട്ട കറക്റ്റ് ആവുള്ളൂ, ആ തൊപ്പിട്ട കറക്റ്റ് ആവും. മീൻകാരൻ സുലൈമാൻ
എടാ അതേപോലത്തെ തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയി എടുത്തോണ്ട് വന്ന് നോക്കിയേ. കൗബായി തൊപ്പി ഇത് വള്ളിക്കോടാനാ ആളിയാ കൗബായി തൊപ്പി. അല്ല ഇവിടെ നിക്കണം ഇവിടെ നിക്കണം ക്രഷാണെന്ന് എനിക്കത് ഉറപ്പാണ്. ഓക്കെ അപ്പൊ വരം പൊളിച്ചിരിക്കണം കേട്ടോ. അല്ല എനിക്ക് ആ കൊച്ചിന്റെ അടുത്ത് ക്രഷാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ ലീന. കറക്റ്റ് പറഞ്ഞില്ലേ? ഇല്ല അലീന ഹാൻഡിലേ ചന്ദ്ര ഇവിടെ നിന്നാ മതി. എത്ര ക്രഷ് പറയാം. ഈ ശബ്ദം പല ചന്ദ്ര ഇവിടെ നിന്നാ മതി. എത്ര ക്രഷ് പറഞ്ഞില്ലേ? ഇല്ല അലീന ഹാൻഡിലേ ചന്ദ്ര ഇവിടെ നിന്നാ മതി. എത്ര ക്രഷ് ഉള്ളത് സംസാരിക്കാൻ നമുക്ക് ക്രഷ് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ചന്ദ്ര ഇന്ന് തെളിയിക്കണം. അച്ഛനെ പോലെ കാണുന്നെങ്കിലോ? അച്ഛനെ പോലെ അതെ. ഐ ആം സ്വീറ്റ് 23 യു നോ. എന്റെ 23 നിനക്ക് അച്ഛനാകാൻ പറ്റത്തില്ലേ? പ്രശ്നമാണ് അവളിച്ചിരി പ്രശ്നമാണ് അവള്. എന്താടാ ഡിസ്കോഡിൽ ലൈവ് ഇട്ടാ എവിടെ എന്ത് വെച്ചിരിക്കണേ? എത്രയേ ഉള്ളൂ. നമ്മളിതൊന്നും വായിച്ചു നോക്കിട്ടല്ലേ എലി. പഠിച്ചാട് വായിച്ചു നോക്കും. മാ പൂ സാക്കി അക്ഷരാഭ്യാസം ഇല്ലാതിരിക്കണേ കൊള്ളാരും പറയാം. എലിപ്പുട്ടി ഫ്രണ്ടിലും ബാക്കിലും ബൊമ്മ. ജീവയില്ലല്ലോ. എടാ എനിക്ക് ഇത് കിക്കിന്റെ ഇല്ലാതാക്കി. എടാ അവൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആക്ച്വലി. പക്ഷെ റെഗുലർ നീ RP കാണത്തില്ലല്ലോ അല്ലേ? ഞാൻ ഇവന്റെ ഒരു കാര്യം പറയട്ടെ. ഇവൻ എന്നെ മാത്രം ഒക്കത്തില്ല. അവനെ പേടിയാണ് ആക്ച്വലി. ആ ഒരു രീതിയിലേ നമ്മള് വെച്ചിരിക്കുന്നവനെ. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അവൻ്റെ അടുത്ത് നിൽക്കുന്നത്. എന്നെ മാത്രം അവൻ താറ്റത്തില്ല. ബാക്കി എല്ലാവരും നീയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ലാണ്ടായി കളയും. അവൻ വേറെ എൻ്റെ അടുത്ത് മാത്രമാണ് ഒരു റെസ്പെക്റ്റോടെ ബിഹേവ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ക്യാരക്ടർ റെസ്പെക്ട് ഇല്ലേ? അതായത് ഈ പരുന്തുവാസം എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കര റെസ്പെക്ട് അല്ലേ? ഈകളല്ല, പരുന്തുവാസം എന്ന് പറയുന്ന ഒരു റെസ്പെക്ട് അവൻ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യണ ഒരു വേനാണ്. ഞാൻ ബാക്കി എല്ലാരും താറ്റും കേട്ടാ. ഓർമ്മ ഉണ്ടോ എങ്ങനെയാന്ന്? അങ്ങനെ തൊള ഇട്ടിട്ടാണെങ്കിലും എവിടെ വെച്ചാ വളച്ചത്? ആ ഡൊമാറ്റിക് സ്പോട്ട് ഓർമ്മ ഉണ്ടോ? ആകാശത്ത്. ഇയാളെയാ എവിടെ വെച്ചിട്ട്? ഈകളുടെ മറ്റാ അവിടെ കല്യാണത്തിനാ? പിന്നെ ടിവിയിലുള്ള പിന്നെ എന്റെ കല്യാണത്തിന് വരുമല്ലേടാ. നീ ആരാ? എടാ എന്താടാ രഘുല നിന്റെ പ്രശ്നം? എടാ നിനക്ക് വേറെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഗെയിമേഴ്സിനെ നിനക്ക് അറിഞ്ഞൂടാ? എനിക്ക് ഈകള് റബല് അത് നിനക്ക് എന്നെ അറിയാവുന്നത് എന്തുകൊട്ടാ? AKF ടൂർണമെന്റ് തൊട്ട്. ലൈക്ക് അല്ല ഞാൻ പറയണ വേറെ നിനക്ക് യൂട്യൂബേഴ്സിനെ ഒരാളെ അറിയത്തില്ല. ഇതല്ലാതെ ഗെയിമിംഗ് അല്ലാതെ വേറെ യൂട്യൂബേഴ്സിനെ ആരെ അറിഞ്ഞൂടാ? അത് വീട്ടിലൊന്നപ്പോ എന്നെ മനസ്സിലായി കാണല്ലേ. ഇവനൊരു PC അതിൽ വാലറന്റ് ഉണ്ട്. അതാണ് ഇവന്റെ ലോകം. ഇവന്റെ PCയില് വാലറന്റ്, ഡിസ്കോഡ്, ഗൂഗിൾ ക്രോം അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇവന്റെ ഇതില്. ഇവന് വേറെ ആരെ അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടെന്ന്. ഓർമ്മ ഉണ്ടോ എങ്ങനെയാന്ന്? അങ്ങനെ തൊള ഇട്ടിട്ടാണെങ്കിലും എവിടെ വെച്ചാ വളച്ചത്? ആ ഡൊമാറ്റിക് സ്പോട്ട് ഓർമ്മ ഉണ്ടോ? ആകാശത്തൊരു താജ്മഹൽ. ആകാശത്തൊരു താജ്മഹൽ. ആ താജ്മഹൽ ഒക്കെ കണ്ട് എന്റെ കണ്ണങ്ങ് മഞ്ഞ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് മലയാളി വരുമ്പോ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്.
ആ കുത്തമ്പിനാർ വഴി അങ്ങനെയെങ്കിലും നേരെ നിൽക്കണ എന്തെങ്കിലും മലയാളി ഒന്ന് കാണട്ടെ. ഇല്ലാതെ എന്ത് പറയാനാണ് എലി? അത് കഴിഞ്ഞു. ഷെൽബി എത്തി. രായ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. മുതലാളി എന്ന് പറയുമ്പോ ആരാന്നറിയോ നിനക്ക് രഘുലേ? ഈഗിൾ ഈഗിൾ. ഞാനല്ല, പിന്നെ എന്നെ വാസണെന്നാ വിളിക്കുന്നത്. മുതലാളി എന്ന് പറഞ്ഞ റിബൽ. സരക്ക് 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 ബ്ലൈൻഡ് റിബൽ. കാറോടെ ഭയങ്കരമാണ്. സ്പീക്കർ ഉണ്ടാ ഈ കാറില്? സ്വിഫ്റ്റ് ആണോ അത്? എന്ത് കിടിലം കളറല്ലേ? ഷിഫ്റ്റ് അല്ലടാ, സ്വിഫ്റ്റ്. സ്വിഫ്റ്റ്. എല്ലായ്പ്പോഴും പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ക്ലീഷയാണ് ഈ കണ്ണുകളുടെ അഭിനയം എന്ന് പറയുന്നത്. ക്ലീഷ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ആളുകൾ പറഞ്ഞു പറഞ്ഞതൊരു ക്ലീഷയാണെന്നുള്ളത്. ഈ സിനിമയുടെ ടീസർ എടാ ഈ പടത്തിന്റെ പേരെന്ത് വരുന്നടാ? മറ്റേ എലാമ പഴമൊക്കെ ഉള്ള പടത്തിന് ഗുരു എന്നല്ലേ ഈ പടത്തിന്റെ പേര്? ഇതാരീ മൊട്ടത്തലേ ജാനിയാ? ഞാൻ അറിഞ്ഞു തരും കേട്ടാ രഘുല, സത്യമായിട്ട് ഞാൻ അറിഞ്ഞു തരും ഞാൻ നിനക്ക് കേട്ടാ. അല്ല യോധ മറ്റേ ഞാൻ പറഞ്ഞ കൊറേ ഉണ്ട്. യോധ ഉണ്ട്, ഗുരു ഉണ്ട്. എല്ലായ്പ്പോഴും പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ക്ലീഷയാണ് ഈ കണ്ണ്. പുള്ളിയുടെ സത്യം പറഞ്ഞ കേസ് ഞാൻ പറയട്ടെ, കുറേ നാൾക്ക് ശേഷം പുള്ളിയുടെ ഒരു നല്ല പടം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. അത് കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു പുള്ളിയെ കോമാളിയാക്കാത്ത ഒരു നല്ല പടം, അതായത് കറൻ്റ്ലി ഇപ്പോൾ ഉള്ള പുള്ളിയുടെ ആ ഒരു ഫിസിക്കിനും അപ്പിയറൻസിനും ഒക്കെ പറ്റിയ ഒരു ക്യാരക്ടർ റോള് കിട്ടി അത് പ്രസൻറ്റ് ചെയ്ത് അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം ശരിക്കും പറഞ്ഞാൽ വേറെ ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഫിലിംസിൽ ഇവരെയൊക്കെ അഭിനയിച്ച് കാണാനാണ് എനിക്കിഷ്ടം, ശരിക്കും പറയാം. സിറ്റി കയറുന്നില്ലേ? ഇല്ലടാ ഞാൻ സിറ്റി കയറുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ പറയരുത്. അങ്ങോട്ട് ഇല്ലടാ സിറ്റി കയറുന്നില്ല. ഒരു കളി കളിക്കാം. ഇല്ല നമ്മള് കാത്തിരിക്കുവായിരുന്നു. എവിടെ കാത്തിരിക്കണത് നീ? ഞാന് ചെറുതായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോയി, അതുകൊണ്ട് ആ സമയം കണ്ടില്ല. റേഡിയോ ഇല്ലെന്നേ ഉള്ളായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അല്ല കളിക്കാൻ സുനിമോനെ ആദ്യം എടുത്ത് കിണ്ടി കളഞ്ഞാണല്ലോ, പിന്നെ വീസിലോട്ടൊന്നും കണ്ടതേ ഇല്ല, കളിച്ചു പോലും ഇല്ലല്ലോ. കളിക്കാനുള്ള അവസരം കൊടുത്തില്ല. ഓ കളിക്കാൻ അവസരം കിട്ടിയിട്ട് നീ ഏതാണ്ട് ചെയ്താ ആദ്യം വീണില്ലേ? അതൊരു ന്യായീകരണം മാത്രമായിരിക്കും അണ്ണാ. ന്യായീകരണമാണല്ലെങ്കിലും അതല്ലെങ്കിലും നിന്നോട് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തോ പറഞ്ഞേ? അണ്ണ ശപിച്ചു വിട്ടെന്നെ, ഞാൻ പോണേ. ഈ കഴിവില്ലാത്തവരെ ലൈനപ്പിൽ നിന്ന് മാറ്റാൻ പറഞ്ഞതിന്റെ കാര്യത്തിന് വെറുതെ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുത്ത് എന്തിനാണ്? അതാ ഞാൻ ആലോചിക്കണേ. അമ്പത്തൂര നിന്റെ പിക്ക് കൊള്ളായിരുന്നു കേട്ടോ, നൈസായിരുന്നു. കണ്ട് നിനക്ക് അടി വന്നപ്പോഴേ ദാമു ഇല്ലേ, അവൻ വഴി വെട്ടി കണ്ടം പിടിച്ചവൻ, മനസ്സിലായ? എല്ലാം കേട്ട് എടാ ഞാൻ കുറച്ചിട്ട് വരാം, ഞാൻ വരാം. ദാമു വഴി വെട്ടി ഓടി. എടാ ബ്ലൈൻഡിന്റെ പുതിയ ലൈനപ്പ് ആരാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇപ്പൊ പറയത്തില്ല ആരാന്ന് എനിക്കറിയാം പുതിയ ലൈനപ്പ്. നിനക്ക് ബ്ലൈൻഡിന്റെ പഴയ ലൈനപ്പ് ഏതാ റെഗുലേ? അറിയത്തില്ല? പിന്നെ നീ എന്തായി പറയുന്നേ? നീ ഈ അറിയാത്ത കാര്യത്തിനൊക്കെ തല വെക്കണ എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. മലയാളികളാണോ? അതെ മലയാളികളാണ്. അണ്ണാ ഇവരെയൊക്കെ മിസ് ചെയ്യുമോ? It's 2024 but Dodge Charger GTR
ഇതെല്ലാം എൻ്റെ താഴെ എൻ്റെ ഗറാജിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാം മിസ് ചെയ്യുമായിരിക്കും. എല്ലാം മിസ് ചെയ്യും. എടാ പുതിയ മറ്റേ EV GTR ഒക്കെ കണ്ടാ നിങ്ങള്? ഇലക്ട്രിക് കാർസ് ഒക്കെ വന്നു കഴിഞ്ഞാ എൻ്റെ ആളിയ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഓടും അടിച്ച അണ്ണ അങ്ങനെയല്ലേ കറണ്ട് ബില്ല് ഓടൂലേ? ഓ അണ്ണ സോളാറ്. എടാ അതിന്റെ അല്ലടാ. എന്നാലും ഇലക്ട്രിക് കാർസിനെ പറ്റി ഒന്നും എനിക്ക് ചിന്തിക്കാൻ വയ്യടാ എനിക്ക് സത്യമായിട്ടും. അണ്ണ ആലോചിച്ചോ ഇടി വെട്ടുമ്പോ ഷോക്ക് അടിച്ചു. എടാ അല്ല എടാ ഈ ഓലയില്ലേ, ഓലയിലൊക്കെ ഇപ്പൊ പിള്ളേർ പാട്ടൊക്കെ ഇട്ട് പോയില്ലെങ്കിൽ ഇപ്പൊ വണ്ടിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി പിള്ളേർ പാട്ടിട്ടാ പോണേ ഇപ്പൊ. അല്ലെ ഞാൻ പറഞ്ഞു, നീ വഴി കൂടെ നടന്നു പോവാണെങ്കിൽ ഈ സാധനം ഒന്നും വരുന്ന അറിയത്തോലും ഇല്ല, നെഞ്ചത്തൂടെ കേറും. ഇപ്പൊ പിള്ളേർ ഇവിടെ കോളേജ് പിള്ളേരൊക്കെ ഇവിടെ മറ്റേ പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്താണ് പോണേ. അപ്പൊ ഇങ്ങനെയല്ലേ മറ്റേ ഇടിയൊക്കെ വെട്ടുമ്പോ അതിന്റെ അകത്ത് മറ്റേ ഷോക്ക് അടിച്ച് ചത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേ? എടാ നീ എന്തൊക്കെ ദുരന്തോ പറയണ സിനിമനെ. പക്ഷെ അത് മഴ പെയ്താലോ? അല്ല ഇടി വെട്ടുമ്പോ ഇലക്ട്രോണിക് ഇതായിട്ടുള്ള ഫോൺ ഉപയോഗിച്ചാൽ പ്രശ്നമാണെന്ന് പറയണത് പോലെ ഇലക്ട്രിക് വണ്ടിക്കകത്തിരിക്കുന്നതും പ്രശ്നമായിരിക്കത്തില്ല സിനിമോനെ? അതാ ഞാൻ ചോദിക്കണേ, ഇതിന് പറ്റൂലേന്ന്. സിനിമ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. നോക്കുമ്പോ വണ്ടിക്കകത്ത് എന്റെ ചോദ്യം, ഇടി വെട്ടുമ്പോ ഇലക്ട്രിക് വണ്ടി പൊട്ടിത്തെറിക്കുവോ? അല്ല ഇലക്ട്രിക് വണ്ടിയിൽ ഷോക്ക് എടുക്കുവോ? ഇരിക്കണ്ട ആയതുകൊണ്ട് റബ്ബറിന്റെ ചെരുപ്പിട്ടാ മതി. എഡ്യൂക്കേഷൻ ഇല്ലെന്ന്. ഇലക്ട്രിക് ഷീൽഡിംഗ് ഉണ്ട് ആണല്ലേ? ടയർ അപ്പൊ ഞാൻ പറഞ്ഞാല് ടയർ റബ്ബർ അല്ലടാ മണ്ട. അതിനെന്തിനാണ് ചെരുപ്പിടേ? നീ റബ്ബർ താഴെയല്ലേ, വണ്ടി മുകളിലല്ലേ? ആദ്യം ഇടി വരുന്ന മുകളിലായിരിക്കൂലേ? പിന്നെ റബ്ബറിന്റെ ഷഡ്ഡി വിടറാ നീ. കാലെ ചെരുപ്പിട്ടാല് തലയല്ലേ ഏറ്റവും മുകളിൽ, ചന്തിയാണോ മേളിലിരിക്കുന്നത്? അത് ശരിയാ. പിന്നെ കാലിൽ റബ്ബറിന്റെ ചെരുപ്പിട്ടാന്ന് പറയണ എന്ത് ലോജിക്കാണ്? അത് ശരിയാണല്ല. ബുദ്ധി ഇല്ലാത്ത മരുന്ന്, എഡ്യൂക്കേഷൻ ഇല്ല. Homies about me when I am with them. ജോലിയില്ലാതെ എനിക്ക് ജോലി തന്നെ ഇന്ന് ഈ പോണ പ്രാന്തയില് വരെ എന്റെ മൊലാളിയാണടാ. നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണരായ മൊലാളിനോട് ഒറ്റ ആൾ മാത്രമാണ്. ഈ മലയാളിയൊക്കെ കാത്തിരിക്കുന്ന സമയം വേറെ വല്ലവരെയാണ് നോക്കി ആ പന്നിത്തോട്ട് മാറ്റി കല്യാണം കൂടെ മൊലാളിയൊക്കെ ഒരു ഇമാജിനറി ക്യാരക്ടേഴ്സ് ആണ്. ആ മനുഷ്യൻ ശരിക്കും പറയാല്ലേ വികാരം ഒന്നും ഇല്ലേ? ഏത് നേരത്തെ എനിക്ക് ഈ മലയാളിയെ പ്രേമിക്കാൻ തോന്നിയത്? ഒരു തെണ്ടിയാണ് ശരിക്കും. എന്തായാലും റിബലിനെ പറ്റി എന്തൊക്കെയാ പറയണ അല്ലേ രഘുലെ? ചന്ദ്രനൊക്കെ പൂവായിട്ട് ഇറങ്ങി. ചന്ദ്രൻ പൂവായിട്ട് ഇറങ്ങിയ ചന്ദ്രൻ പൂവായിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് അലീനയ്ക്കും വേണം ഒരു കോമ്പറ്റീഷൻ വെക്കാം, കുഴപ്പമില്ല. പെണ്ണ് പോലെ സംസാരിക്കില്ലടാ ബാബു. ഇവിടെ പെണ്ണ് പോലെ ചന്ദ്രനാണ് എനിക്ക് വേണ്ടി മഴ പെയ്യുന്നത്. നിന്നെ കളഞ്ഞിരിപ്പണ അന്ന് ഞാൻ ഒരു പെണ്ണിന് നോക്കൂടാ. ഇപ്പൊ തൽക്കാലം എനിക്കുണ്ടല്ലോ. പഴയ സാധനമാണത്. കാസ്ട്രോയെ വിളിച്ച് ചോദിക്കേ. കാസ്ട്രോയെ വിളിച്ച് ചോദിക്കാം. രാത്രിയിൽ 10:44 വിളിച്ചിട്ട് ചോദിക്കാം, ഇടി വെട്ടുമ്പം ഷോക്ക് അടിക്കുമോന്ന്. വല്ലാത്ത പ്രശ്നമൊക്കെയാണ് ഇവന്. എടാ നമുക്കിനി എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും എടാ കുടുംബമായിട്ട് ജീവിക്കാനുള്ള യോഗം കാണത്തില്ല ചില ആളുകൾക്ക്. അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് ഒരു പെണ്ണ് പോലും കിട്ടാതെ ഇപ്പോഴും തെറ്റിത്തിരി നടക്കുന്നത്? അല്ല ഉള്ള ആണെവിടെ? അത് ഞാൻ കണ്ടല്ലോ പറയാം. അതാണ് പറഞ്ഞത്, ഈ കഴിവില്ലെങ്കിൽ ആണുങ്ങൾ ഓടിപ്പോവും, പെണ്ണുങ്ങൾ മാത്രമല്ല. മനസ്സിലായോ? എടോ ഞങ്ങൾക്ക് ഓടി പോവാനെങ്കിലും ആണുങ്ങളുണ്ട്. എനിക്കും ഉണ്ടായിരുന്ന ഒരു പെണ്ണ്. എടാ അത് ഏത് പെണ്ണ്? സത്യം പറയാലോ, ജീവിച്ചിരുന്നപ്പോ ക്യാൻസർ ഒന്ന് മരിച്ചു പോയതാണെന്നെങ്കിലും പറയാം. ഇതുപോലെ ജീവിച്ചിരുന്നപ്പോ കണ്ട പെമ്പിള്ളാരുടെ പോയതല്ല, കഴിവില്ലാഞ്ഞിട്ട് കേട്ടാ.
വിളിച്ചു ചോദിക്കാം, ഞാൻ വിളിച്ചു ചോദിക്കാം, ഇവന്മാരുടെ പ്രശ്നം അങ്ങ് തീർക്കട്ടെ. കിട്ടില്ല പാട്ടാ. ഹലോ കാസ്ട്രോ, എടാ ഇടി വെട്ടുമ്പോഴേ ഇലക്ട്രിക് കാറിൽ ഷോക്ക് അടിക്കുവോ? ഇടി വെട്ടുമ്പോ ഇതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല. അല്ല, ഈ കയ്യില് ഫോൺ പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഈ പറയണത് പോലെ നമ്മൾ ഇടി വെട്ടുമ്പോ ഇലക്ട്രോണിക് സാധനം ഉപയോഗിച്ചുകൂടാന്ന് പറയണത് പോലെ ഇടി വെട്ടുന്ന സമയത്ത് ഇലക്ട്രിക് കാറിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഷോറൂമിൽ നിന്നല്ലോ? ഞാൻ സത്യം പറയട്ടെ, പണ്ട് നമ്മള് മറ്റേ ഈ ഫോണിൽ കളിക്കാണ്ടിരിക്കാനേ ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ഫോൺ കളിച്ചിരിക്കുമ്പോ ഇരുട്ടിയാല് ഫോൺ പൊട്ടി വരും. ശരിക്കും അങ്ങനെ പൊട്ടി കൈ ഒന്നും പറ്റൂല ഫോൺ കളിച്ചാലും. ശരിക്കും ഇടി വെട്ടുന്ന സമയത്ത് ഫോൺ എടുത്താലും ഒന്നും പറ്റൂലേ? ഫോൺ സംസാരിക്കുമ്പോ അപ്പൊ അതേപോലെ തന്നെ കാറിൽ ഉപയോഗിച്ചാലും ഒന്നും പറ്റൂല. എന്റെ വെല്ലിപ്പ ചത്തത് അങ്ങനെയാണ്. ഓക്കെ വീഡിയോ കിട്ടുമ്പോ പുറത്തു പോയിട്ട് ഫോൺ യൂസ് ചെയ്യരുത്. ഇവിടെ ചാറ്റിൽ ഒരുസം പറഞ്ഞ അവന്റെ വെല്ലിപ്പ ചത്തു അങ്ങനെയാണെന്ന്. ഓക്കെ ഓക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്റെ വെല്ലുമ്പ എന്റെ അമ്മോ, വയറ് കണക്റ്റഡ് ആണെങ്കിൽ മാത്രം അങ്ങനെയാണോ? അപ്പൊ ഫോൺ സംസാരിക്കുമ്പോ ഇഷ്യൂ ആവില്ലേ ഈകളെ? മൊബൈൽ ചാർജിങ്ങിന് പറ്റുമല്ലേ? അപ്പൊ മൊബൈൽ ചാർജിങ്ങിൽ കിടടാ. നീ കണ്ടിട്ടില്ലേ ചില എന്റെ പഴയ കുടുംബ വീട്ടിലെ ഒരു സ്വിച്ച് മാത്രം എപ്പോ ഇടി വെട്ടിയാൽ അതിനകത്തോട് തീപ്പരി വരുമായിരുന്നു. ഒരു സ്വിച്ചിൽ മാത്രം, വേറൊരു സ്വിച്ചിൽ വരത്തില്ല. ആ ഒരു സ്വിച്ചിൽ അത് അടുത്ത സ്വിച്ചില് അത് മാത്രമായിട്ട് ചില അങ്ങനെയൊക്കെയാണ് കുത്തിയിട്ടിരിക്കുമ്പോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞ് പൊട്ടിത്തെറിച്ചാലേ ഉള്ളു പ്രശ്നം. മനസ്സിലായ? ജനിച്ചപ്പോഴേ താടിയും മീശയുള്ള ഈ താരത്തിനെ അറിയാമോ? ജനിച്ചപ്പോഴേ താടിയും മീശയുമായി ജനിച്ച ഈ താരത്തിന്റെ ഫോളോവേഴ്സ് 2 ലക്ഷമാണ്. ശരീരം നിറയെ രോമങ്ങളുമായാണ് ബ്രസീലുകാരനായി കുഞ്ഞ് ജനിച്ചത്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. നോക്കട്ടെ കെവിൻ. കെവിന് നിനക്ക് എന്ത്? നിന്റെ മുഖം ഗ്ലാസ് പോലെ ഇരിക്കണേ. ഞാൻ നിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് എന്നെ കാണാം. നീയാണ് എന്നെ കളിയാക്കണേ. തേക്കിക്കാട് മൈതാനാണ് നിന്റെ. അതെ അവൻ എന്നെ കളിയാക്കണവൻ. അണ്ണന് 18 കൂടി എനിക്ക് 19. അത്ര വ്യത്യാസമേ ഉള്ളൂ. നിനക്ക് എന്നെ കളിയാക്കാൻ നീളമല്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇല്ല, എന്റെ നല്ല ഇതാണ്. മോണ്ടേജിന്റെ കാലഘട്ടം. ഇന്ന് കിട്ടിയ അടിയിൽ നീ അടുത്ത മോണ്ടേജ് ചേർക്കണം കേട്ടാ. I really thought he is gonna do a magic. I do a what do you do? What do you do? I do. Please raise your hand. Raise this hand up. Can you please wave? I control his mind. God, bro. What is this? Castro story BMW for sale. Castro Google നോക്കിയപ്പോ ഇടി വെട്ടി മരിച്ച ആരെയോ കണ്ടു കേട്ടാ. ഒകഞ്ഞിരിക്കണം. ഒന്നും പോരുന്നു. ജീവനെ രക്ഷപ്പെടുത്ത്. Officer, my wife is missing. She went out yesterday and she hasn't come home. Okay, what's her height? I'm not sure. Maybe around 5'6". Okay, weight? I don't know. Not slim, not big. Color of eyes? Sort of blue, I think. I never really noticed. What's the color of her hair? Well, that changes all the time depending on what hairdresser she goes to. What clothes was she wearing when you last saw her? Could have been a red dress, maybe a blue one. I don't know exactly. When she left to go somewhere, did she go by car? Yeah, she did. And what is the make of that car? It's a high-performance 560 horsepower Audi in a very specific grey silver metallic paint. It has 8-speed pedal shift automatic transmission and a 6.35 litre V12 engine, generating at least 560 horsepower. It has a Z.
സൈലൻസറിനെ പ്രണയിച്ചവൻ. 51 super performance package, larger than normal alloy wheels, GT bucket seats, satellite navigation, and unfortunately, a little thin scratch on the front left door handle. സ്ക്രാച്ച് വരണ്ടെന്ന്. We'll find your car. കാറാണ് വേണ്ടത്. കാറത് പുള്ളിക്കാരെ മനസ്സിലായി ഇവന്റെ കൺസേൺ എന്താണെന്ന് കേട്ടാ. അളിയോ സം കണ്ണാപ്പി തിങ്സ്. ഇതാര് കണ്ണാപ്പി ഇവന്റെ കൊറേ സ്റ്റെപ്പ് കൊള്ളാല്ലേ കണ്ണാപ്പിയുടെ അത് കണ്ണാപ്പി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാ. ആ ഇന്റർ പൊളിയല്ലേ. നൈസ് 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 കൊള്ളാം നൈസ്. ആഴമല്ലേ ടോളം വെള്ളം അവിടെ. ഇവിടെ എന്ത് കപ്പൽ ഓടുന്നു? കപ്പലല്ലടാ അത് കപ്പലാ. കൊച്ചു ഷിപ്പ്. പറയാൻ വാക്കുകളില്ല. ഈ രണ്ട് മക്കളുടെ കാര്യം അതാണ്. ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ. അപ്പൊ തന്നെ എന്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു, എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പൊ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ്. ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു, നിർമ്മാതാവിനെ വിളിച്ചു, സംവിധാനമായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു, ഓൺലൈൻ ചെയ്യായിരുന്ന മഹേഷ് ബാബുവിനെ വിളിച്ചു. എല്ലാരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ, ഭക്ഷണം വേണ്ട വെച്ചാൽ, ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം 5 ലക്ഷം രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. എല്ലാം ക്ലിയർ ആവും നോക്കിക്കോളൂ. ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു നോക്കിയോ, ഉറപ്പായിട്ട്. ആഗ്രഹമില്ല അങ്ങനെ. നല്ല കാര്യം. ഓ റഗർ പറഞ്ഞിട്ടുണ്ട്. ജയറാം ചേട്ടാ ഒന്ന് നോട്ട് ചെയ്തേക്കണം. റഗർ ഒരു കീപ് ഗോയിങ് പറഞ്ഞിട്ടുണ്ട്. പ്യുവർ പ്രൊമോഷനോ? അത് കണ്ടിട്ട് പ്രൊമോഷൻ ആയിട്ട് തോന്നിയാ നിനക്ക്? ഇല്ല, ഡയറക്ടറിന്റെ ഇവരൊക്കെ പേരെടുത്ത് പറഞ്ഞില്ലേ. സിനിമയുടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞോണ്ടായിരിക്കും ചിലപ്പോ പ്രൊമോഷൻ. പക്ഷെ പ്രൊമോഷൻ ചെയ്യണ വേറെ എന്തൊക്കെ ചെയ്യാറുന്നു, ഇതിലപ്പുറം ചെയ്യാറ്. ഒരു കാര്യം പറയട്ടെ ഗൈസ്, പ്രൊമോഷൻ ആണേലും എന്താണേലും ആ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടിയല്ലോ. ലൈക്ക് എന്തായാലും അവർ ചെയ്തല്ലോ. അവര് എന്തായാലും ഇവന്റ് ആയിട്ട് നടത്താൻ വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു സംഭവം നടന്നപ്പം ഒന്നുമില്ലെങ്കിൽ അവർക്ക് കിട്ടിയല്ലോ. ആ കാര്യം ആ ചെറുക്കൻ അത് കോമ്പൻസേറ്റ് ആയല്ലോ, അത് തന്നെ വലിയ കാര്യം. പ്രൊമോഷനോ വാട്ടവർ ആയിക്കോട്ടെ. ഈ ഓഡിയോ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ നീലക്കുയിൽ മീഡിയ, അണ്ണാക്കിലെ മീഡിയ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ വന്നിട്ട് വെറുതെ നടന്മാരുടെ നടിമാരുടെ വീഡിയോ എടുത്തിട്ട് പോകുന്നതിൽ നല്ലതല്ലേ ആ പിള്ളേർക്ക് അത് കിട്ടിയത്. പ്രൊമോഷൻ അണ്ണനില്ലായിരുന്നു അങ്ങനത്തെ ഒരു സാധനം. എന്റെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അണ്ണന്റെ മോന്തയ്ക്ക് വന്ന് ഇടിച്ച് അന്ന് പല്ല് പറഞ്ഞ പിന്നെ ഞാൻ ഈ സാധനം എടുത്തിട്ടില്ല. എന്റെ ഈ സൈഡിലെ 3 പല്ലാ പോയത്. റീൽ കണ്ടിട്ട് അതേപോലെ പോയി ചെയ്തതാണ്. ഇതൊന്നും മക്കളെ, ഇതൊന്നും കണ്ട് നിങ്ങൾ ദയവേത് ഇതൊന്നും കണ്ട് ഈ പറയണത് പോലെ കാണിക്കാൻ പോയത്. പല്ല് പറയും. എന്റെ പല്ലാണ് പോയത്, എന്റെ പല്ല്. ട്രൈ ചെയ്ത് നോക്കുന്നു. സ്പോയിലർ എന്താടാ? ഫാനല്ലേ അതിന്റെ ഫാനല്ലേ പോവും. പല്ലെങ്ങനെ പോയി? റെഗുലർ നിനക്ക് എന്താടാ പ്രശ്നം? പല്ല് റീപ്ലേസ് ചെയ്യും, പകരം ഡ്രോണിന്റെ ഒരു സ്ക്രൂ വരുന്നത്. അത് ഇല്ലാതാവും. Bro, the thought that Fast and Furious. Olha quem chega. Vai aonde? Relaxa, cara. Deixa comigo que eu tô chegando. Tá brincando, querido. Achou mesmo que eu já fugo de bike. É louco.
എന്ത് ലുക്കോ Já tô na ponte, mas já pode vir já. Calma, tô chegando aqui perto do meu lugar. Cheguei, pega. Tô aqui. ഓൾറെഡി 8 തവണ പിടിച്ചാ വന്നാണ്. Tô passando debaixo da ponte agora. 3, 2, 1. Boa, boa, boa. Boa, isso, bora. Boa, boa, boa. Boa, isso, bora. Não é isso não, mano. Não é isso. Controla aí, cara. Boa, caralho. Nossa senhora. Meu Deus, velho. Sobe lá mesmo. എടാ നമുക്ക് ഇങ്ങനെ ഒരു റോബർ ചെയ്താലോ സിനിമ അടുത്ത ദിവസം? നീ കറക്റ്റ് ആയിട്ട് ഫൈറ്റർ ജെറ്റ് ആയിട്ട് വരണം. വേറെ ഹെലി ഓടിക്കാൻ വരില്ല. ഈ ഹെലി ഓടിക്കാൻ ഒരുത്തനെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കറക്റ്റ് ആയിട്ട് എന്റെ മേളിൽ വണ്ടി ഇറക്കി തരാം, നീ കൊണ്ടുപോയാൽ മതി. പോലീസുകാരെങ്ങനെ ഇപ്പോ താമു ഇവരൊക്കെ വേഷം കെട്ടിക്കാണ്? അങ്ങനെ അങ്ങനെ എടാ സിയോണിലെ പോലീസ്. ഓ സിയോണിലെ പോലീസ് നടക്കും. പാർട്ട് 2 ലോഡിങ്. What are your expectations? Guess the duration of this video. ഇതെന്നും വരുവിടെ ഇത് വാസണ ഇങ്ങനെയുണ്ട്. പ്ലീസ് സപ്പോർട്ട് മൈ ഇൻസ്റ്റാഗ്രാം ഡോമക്സ് TVA. തല വിട്ടും അത് ലോകം തന്നെ എഴുതിയേക്കുന്നത് കൊള്ളടാ. ചന്ദ്രൻ ഒരു കാര്യം അവരെ നമ്പർ ഉണ്ടോ സൈഡില് നോക്കിയേ? നമ്പർ കിട്ടാം, പക്ഷെ നിനക്ക് സംസാരിക്കാം. ഐ നോ ഇംഗ്ലീഷ് വെരി വെൽ. ചന്ദ്ര, എന്നാ ഞാൻ ഒരു മലയാളം ഡയലോഗ് പറയാം, ഇംഗ്ലീഷ് പറയാം. നമ്പർ മേടിച്ചു തരും ഞാൻ. തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട്. ഇത് നീ ഇംഗ്ലീഷ് പറ. If you don't shit, you have no problem. If you shit several times, you have something big problem. ശരിക്കും അതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്? എന്തായാലും അതെന്നാലും ശരിക്കും എങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ? ഗൂഗിൾ ഔട്ട് ഓഫ് സിലബസ് ഒന്ന് ഇവിടെ എടുത്ത്. അത് കുറച്ച് റിസ്ക് ആണ്. ഇംഗ്ലീഷ് മലയാളം ടു ഇംഗ്ലീഷ്. തൂറാത്തവൻ one more doesn't give up. തൂറാത്തവൻ ഇംഗ്ലീഷാ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒന്നാണ്. There is a plenty of shit when someone shit after a long time. Oh, പരുന്തിടാനി ഏതാ? വേറെ ആരെങ്കിലും ഒന്നല്ല അതിന്റെ അർത്ഥം. ഇതൊന്നും അറിയണ മറ്റേ ഇംഗ്ലീഷുകാരോട് പോലും ചോദിക്കാൻ പറ്റൂല. നാളെ ഞാൻ ചോദിക്കാം. കറക്റ്റ് ഗണ്ണ് ഫീലും കിട്ടും. പോടാ. ഓ ഇതെന്തൊരു സാധനം? വൈബ്രേഷനും കാണും ചിലപ്പോ. ഓ വൈബ്രേഷനും കൂടെ മിക്സ്. പക്ഷെ മൗസ് പാഡ് വെക്കണം. സാധനം കൊള്ളാല്ലേ? ഒരെണ്ണം മേടിക്കണം. മാറ്റുള്ള പരിപാടിയാട്ടാ. ഗ്രീൻ സ്ക്രീനിൽ പിന്നെ എന്തിനു നിക്കണേ? അത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്.
സിനിമ ഇതിലും കിടലാണ് നിന്റെ എഡിറ്റിംഗ്. உங்க வீட்டு வாட்டர் டேங்க்ல நீங்க ஸ்கூபா டைவிங் பண்ணலாம். கிரைண்டர் ஆன் பண்ணிட்டு அதுல நின்னுட்டு சக்திமான் மாதிரி சுத்தலாம். ചുമ്മാ ഇരിക്കുമ്പോ വാച്ചിങ് ഞാൻ കണ്ട്. நைட் வீட்ல எல்லாரும் தூங்குனதுக்கு அப்புறம் பேய் மாதிரி வந்து எல்லாரையும் பயமுறுத்தலாம். காலையில நம்மளே சாமியார் மாதிரி வந்து அந்த பேயை ஓட்டலாம். வீட்ல யாருக்கும் தெரியாம சமைச்சிட்டு அதே ஐட்டம் நம்ம ஸ்விக்கியில் ஆர்டர் பண்ணிட்டு டெலிவரி பாய் மாதிரி வந்து அதை டெலிவரி பண்ணி நம்ம அம்மா அப்பா கிட்ட இருந்து காசு திருடலாம். வீட்ல இருக்கிற 8 ஷூக்கு பாலிஷ் போட்டா ஒரு பண்ணு கிடைக்கும், அதை சாப்பிடலாம். நம்ம வீட்டு மீன் தொட்டியில ஃபிஷிங் பண்ணலாம். நம்ம அம்மா அப்பா ஒரு ரூம்ல கடத்தி வச்சுட்டு ஓரமா சாம்பிராணி கொளுத்தி விட்டுட்டு துப்பாக்கி விஜய் மாதிரி வந்து நம்ம அவங்களை காப்பாத்தலாம். അങ്ങനെ ഒരുത്തൻ നമ്മളുടെ പ്ലാൻ ചെയ്യണം അളിയാ, നമ്മൾ ഡിഫെൻഡിങ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ ഓർത്തില്ലടാ. ഞാന് അരമണിക്കൂറായിട്ട് സ്പൈക്ക് കുഴിക്കുക. നടക്കുന്ന സ്പൈക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്ന് ഞാനിരുന്ന് കുഴിയോ കുഴി. എന്റെ ആളെയാ ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറ്. ഇതൊക്കെ കണ്ടിട്ട് പേടിയാവണം കേട്ടോ. ഒക്കെ കണ്ടിട്ട് അണ്ണമായ വർക്കാണ് ഫോണിൽ ചെയ്തതാ വിത്ത് ഗെയിം കസ്റ്റമൈസ് TVS പോർഷെ. ഹോ കൊള്ളടാ, ടിവിയുടെ പോർഷയൊക്കെ. ഒരു ലക്ഷം കറണ്ട് ബില്ല് സത്യം. ശരാശരി ജനുവരി മാസത്തെ ജിയോ മുതലാളി. അതെന്താ? ജിം മുതലാളി, ജിം. ജിം റെസൊല്യൂഷൻ ചിലവരൊക്കെ മറ്റേ 2023 22 പറഞ്ഞിട്ടെ. സത്യം. ന്യൂ ഇയർ ആവുമ്പോ കൊറേ എണ്ണ ഇറങ്ങും വർക്കൗട്ട് എന്ന് പറഞ്ഞോണ്ട്. സത്യം. അത് പക്ഷെ ചെയ്യുകയും ചെയ്യില്ലല്ലേ. അതെ സത്യമാണ്. എങ്ങനെ കുറെ എണ്ണ ഉണ്ട്. പറയും മറ്റേ പറയാൻ കിടക്കുമായിരിക്കും. എന്റെ പ്രാർത്ഥന. ടാലന്റഡ്, ഓവർ ടാലന്റഡ്. ഒരു കുഴപ്പമില്ല. മിക്ക ആൺകുട്ടികളും ഈ പ്രശ്നം നേരിടുന്നു. എനിക്ക് താടി വളരെ ആ പ്രശ്നം എനിക്കും താടി വളരെ എനിക്ക് വളർന്നാലും ഉണ്ടല്ലോ. ഈ അവാർഡ് സിനിമയ്ക്കൊക്കെ തിയേറ്ററിൽ ആളിരിക്കത്തില്ല, അവിടെ ഇവിടെയായിട്ട്. അതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് അതേലും ഉണ്ടല്ലോ, എനിക്ക് അതുപോലും ഇല്ല. ഇതിവിടെ ഒന്ന് വന്ന പിന്നെ 2.5 മാസം കണ്ടിട്ട് ഇതിവിടെ ഒന്ന് വരും. പിന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് ഇവിടെ ഒരുത്ത വന്ന് ബിഗ് വ്യൂ വാട്ടർ റൈറ്റ് ദെയർ, സ്മോൾ ബിഗ് വ്യൂ വാട്ടർ റൈറ്റ് ഹിയർ. ഐ ആം നോട്ട് എ വാട്ടർ മദർഫക്കർ. ഐ ഡോണ്ട് വാണ്ട് ടു ബോട്ട് ഹിയർ. വൈബ്രേറ്റർ ഒന്നും അല്ലടാ, ഇത് കാറ്റുള്ളുന്ന സാധനമാണ്. ഞാൻ ബോട്ടർ എന്നാണ് അവൻ പറയണ. ബോട്ടർ എന്ന് ബാൻ ചെയ്തേ. ബിഗ് വ്യൂ ഈസ് മൈ വ്യൂ. ദാറ്റ്സ് മൈ ഒറിജിനൽ വ്യൂ. ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്ട്രീം. അപ്പൊ നീ ഒരു ബാട്ടാണ്. അപ്പൊ നീ പോ. അവൻ ഇംഗ്ലീഷുകാരനാണ്. ഇത് കിക്കാണ്, ഇത് കിക്ക്. ഷട്ട് അപ്പ് ആൻഡ് ഗോ അവേ. വാട്ടർ റിമൈൻഡർ. വെള്ളം കുടി. അണ്ണന്റെ ഒരു കെയറിങ്. എല്ലാരും വെള്ളം കുടിയല്ല. ഈ വർഷം ഞാൻ എല്ലാരും നന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.
എടാ വെള്ളം കുടി എല്ലാവരും വെള്ളം കുടി. சொல்றதெல்லாம் கேப்பீங்களா? உங்க அண்ணா ரோலெக்ஸ் எப்படி இருக்காங்க? മണ്ടരാര് ഇവിടെ ആളുണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ല. ഞാൻ നോക്കിയിരിക്കണ്. ഗ്ലാസ് വെച്ചൊരു സാധനമുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും പ്രായം കുറഞ്ഞു വരിക അവന്. സത്യം എന്ത് രസമാണ്. ആണോ? സൂര്യനാ എന്ന് രാവിലെ കാണാറുണ്ട്. സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രാവിലെ കാണാറുണ്ട്. മോനെ കൊച്ചിനെ ഒന്ന് പിടിക്കടാ. പിടിക്കാൻ സൂക്ഷിച്ച് കൊച്ചപ്പിട്ടില്ലേ? അയ്യൊക്കെ നിങ്ങളെ വിളിച്ചോ. എന്താടാ കൊച്ചപ്പിട്ട അയ്യെന്നൊക്കെ പറയുന്നത്? പിന്നെ എനിക്ക് തൊട്ട് നോക്കി ബ്ലഡ് ഷീറ്റ് അറിയാൻ പറ്റുമോ? ഞാൻ വേറെ ആരെങ്കിലും പിടിക്കാൻ കൊടുത്ത് ഡയപ്പർ മാറ്റിക്കോളാം. പൊക്കോ. ഇതാണ് ഞാൻ ഈ കുടുംബക്കാരുടെ പരിപാടിക്ക് കഴിഞ്ഞില്ലാന്ന് പറഞ്ഞത്. അരുൺ കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ്. മനു ഞാൻ പറയാൻ കിടാ, നിനക്ക് പുതിയ ജോലി കിട്ടിയല്ലേ? ഞാൻ ഇപ്പൊ കിട്ടിയിട്ട് കുറച്ചായിട്ടുള്ളൂ. നീ വളരെ ഉഴപ്പിലാണ്. നീ എന്റെ മോനെ പോലെ ഹാർഡ് വർക്ക് ചെയ്യൂ. എന്റെ മോൻ സെറ്റിൽഡ് ആയി. നിനക്ക് ഇപ്പോഴും ജസ്റ്റ് ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. നീ പുതിയ ബൈക്ക് വാങ്ങിയെന്ന് കേട്ടു. ഒരു പുതിയ ബൈക്ക് വാങ്ങി. എന്റെ മോനെ 2 ബൈക്ക് ഉണ്ട്. പിന്നെ പുതിയ കാർ വാങ്ങിക്കാൻ പോവാണെന്ന് കേട്ടു. മ്യൂസിക്കിന്റെ വോളിയം കുറയ്ക്കായിരുന്നു. സത്യം ചെവിക്കല്ല് പോയി എന്റെ. ഞാൻ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടി ഒരു മുണ്ട് ട്രൈ ചെയ്ത് നോക്കിയതാ. ഇതിനകത്ത് എന്റെ കാലെവിടെ, മുണ്ട് എവിടെ, സാധനം എവിടെയെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ അവസാനം. എടാ ഈ മുണ്ട് എടുക്കാന്ന് പറഞ്ഞാ അത്രയ്ക്ക് വലിയ ഈസിയുള്ള കാര്യം അല്ല രഘുലേ. നീ മുണ്ടെടുക്കോ? ഇല്ലടിയാ. അപ്പൊ കല്യാണത്തിനൊക്കെ മൂഞ്ചി. കല്യാണത്തിന് എന്റെ അരയില് മറ്റേ 2 കിലോ കയറ് വെച്ച് തിരുമ്മി വെച്ചിരിക്കണായിരുന്നു. മനസ്സിലായ? ലുങ്കി എടുക്കൂല. ഞാൻ എടുക്കൊന്നുമില്ല. പോടാ അവിടുന്ന്. അണ്ണാ ടീമിൽ ഇൻസ്റ്റാഗ്രാമിൽ തീമിൽ പോയി ലോക്കി സെക്ഷൻ. എടാ അത് മറ്റേ ലോക്കിയുടെ ഇതാടാ, അവരുടെ ആ ടിവിയാണ്. ഇതിന്റെ ടീഷർട്ട്. എടാ ഇതിന്റെ ഒരു ടീഷർട്ടേ, ഈ ടിവിന്ന് അടിച്ചൊരു ടീഷർട്ട് ഞാൻ മറ്റേ ഇതിനകത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ വെബ്സൈറ്റിൽ കണ്ടു നോക്കിയപ്പോ 11,000 രൂപയായിരുന്നു ഇവരുടെ റിയൽ ബ്രാൻഡഡ്. നീ വിചാരിക്കും പോലെ മാടമ്പള്ളിയിലെ മാനസിക രോഗി മോനെ ലാലങ്കിളാണ്. ശ്രീദേവിയല്ല. പിന്നെ ആരാ? പിന്നെ ഒന്ന് കുറച്ച് കളയട്ടെ. രോഗി നിന്റെ ഗംഗയാണ്. അവളുടെ രോഗം ഭേദമാക്കാൻ ഞാനും ഈ ഡിസ്കംബി സ്വാമിയും ചേർന്നൊരുക്കിയ മന്ത്രക്കളത്തിലേക്ക് ചുവടുകളുടെ കമ്പടിയോടെ അവളെ എത്തിക്കണം. ഞാനൊരു സ്റ്റെപ്പിടാ. വേണ്ട, അതിന് ഈ സണ്ണി തന്നെ ധാരാളം. ശംഭു മഹാദേവ എല്ലുവിളി ചടലി. മോളെ നാഗവല്ലി, നീ എന്റെ കൂടെ വരണം. ഒരു മുറൈ വന്ന് പാരായോ വാ. അനക്കില്ലേ? എന്നതാ അടുത്തത്? മുനി അണ്ടിപ്പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ. അത് പറ്റില്ല. എന്റെ ഒരു ഐറ്റം ഉണ്ട്. നിന്നെ നേരത്തെ പിടിച്ച് അവളുടെ അണ്ണാക്കിൽ ഇട്ട് കൊടുക്കണമായിരുന്നു. ഡാൻസിങ് സെൻസ് ഇല്ലാത്തവളാ. എന്റെ മെയിൻ ഐറ്റം ഇറക്കിയില്ല. എന്നാ പിടിച്ചോ. ആരോട് പറയാൻ ഇതൊക്കെ? നാളെ മുതൽ നഗലിനോട് പറഞ്ഞ് ഇവളെ ഡാൻസ് ക്ലാസ്സിന് വിടണം. ഒരു ട്രൈ കൂടെ നോക്കാം. നർത്തകിയാണ് പോലും മായ. എന്റെ കയ്യിലൊരു ഐറ്റം കൂടി ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, രാമനാഥനെ വിളിക്കാം. കൊള്ളാം. ചെന്നൈ സ്പീക്സ്. ഹായ് ബ്രോ, പേര്? വണക്കം ബ്രോ, മൈ നെയിം ഈസ് രാഘു. ഓ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഗയ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കിടുക്ക് സാധനമാണ്. ഇത് കാണാനായിട്ടാണ്. സോങ് റൈറ്റർ. நான் ஒரு இண்டிபெண்டன்ட் மியூசிஷியன் ப்ரோ. ஐ கம் ஃப்ரம் கேரளா. நீங்க எங்களுக்காக ஒரு எக்ஸ்க்ளூசிவான பாடல் வந்து நீங்க பாட முடியுமா எங்க വ്യൂവേഴ്സിന്? പുള്ളി മലയാളിയാണ് കേട്ടോ. പുള്ളിയുടെ ഒരു പാട്ട് പാടി കൊടുക്കുമെന്ന് വെച്ചപ്പോ പാടി കൊടുക്കുക. പാട്ട് കേട്ടോണേ. சென்னை ஸ்பீக்ஸ் என்னோட ஒரு ஓன் காம்போசிஷன். நான் இப்போ பாண்டி பஜார்ல உங்களுக்காக எல்லாருக்குமே பாடுறேன். தேங்க்யூ. ஏனோ இன்று
எந்தன் வாசல் காதல் ஒன்று என்னை காண காத்து நின்றதோ மாலை சாய பூத்திருந்த பூக்கள் எல்லாம் உன்னை ஏக்கம் கொண்டதோ என்ன வேண்டும் என சொல்ல தோன்றவில்லை என்னுள்ளேதோ மாயம் செய்தாய் உயிரை கொள்ளும் உன் கண்கள் கொண்டு நெய்தாய் கொய்தாய் ஹே மௌனம் பேசுதோ காத்து வீசுதோ மீழா வலையில் மாட்டிக்கொண்டேன் தனிமை போதும் என காதல் தேடி வந்தேன் பெண்ணே தேடாமல் தேடி வந்து கேட்காமல் எல்லாம் தந்து சொல்லாமல் விட்டு சென்றால் என்ன ஆகுமோ ஓ உங்களை ஃபாலோ பண்ணனும்னா எப்படி ஃபாலோ பண்றது? இன்ஸ்டாகிராம்ல you can find me as RAKHOO Raku with an underscore இது டைப் RAKHOO with an underscore guys do follow സപ്പോർട്ട് करदे பண்ணாலே வந்துருங்க. Thank you so much. Nice meeting you bro. Beautiful peoples. എന്ത് രസമുള്ള പാട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു റീൽസിൽ ഞാനത്. ഒരു ഡൗട്ട് പറ ഇപ്പൊ ഇങ്ങനെ ഇത് പാടിയിട്ട് ഈ ടോൺ ഏതെങ്കിലും സിനിമയിലോട്ട് വല്ലലോട്ട് അതിലെടുത്ത് ഇങ്ങനെ ഒരു കോമ്പൻസേഷൻ പോകുമ്പോൾ ഇതൊക്കെ ചിലപ്പോ പാറ്റേൺ എടുത്തിട്ടുണ്ടാവൂടാ പാട്ടിന് പുള്ളി പബ്ലിക്കായിട്ട് പാടി കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോ കോപ്പിറൈറ്റും എല്ലാം എടുത്തിട്ടുണ്ടാവും പുള്ളി. ഗിത്താറിനെ പറ്റി ചർച്ചയായി ചാറ്റിൽ ഡിസംബർ 2023 RIP Ford GT. Wait, what's going on? What's RIP കണ്ടിട്ട് going on? ഡിസ്കണ്ടിന്യൂ ചെയ്തല്ലേ? Wait, what? No. Are you kidding me? Is this how it ends? What? No. This is how it ends? Are you എടാ ഞാൻ എടുക്കായിരുന്നാണ് സിനിമനെ ഡിസ്കണ്ടിന്യൂ ആയി. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഓരോന്ന് വെച്ച് എടുക്കായിരുന്നാണ്. അണ്ണ എടുക്കാമെങ്കിലും നന്നല്ലേ. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ വണ്ടിയൊന്നും ഗെയിമിലല്ലാണ്ട്. കേരളത്തിൽ കാണുമോ? ഇല്ല. പട്ടിയിറച്ചിയാ പട്ടിയിറച്ചി ബാറ്ററി ആർക്ക് എന്ന് പറയുന്നതല്ലേ? ബാറ്ററി ആർക്ക് ബാറ്ററി ആർക്കടാ ഇത് പാർട്ട് 2. സീരിയസ് ആയിട്ട് വായിക്ക് നോക്ക്. പട്ടിയിറച്ചിയാ പട്ടിയിറച്ചി ബാറ്ററി ആർക്ക് മുഖത്തൊരു എക്സ്പ്രഷൻ ചേഞ്ച് പോലും ഇല്ലാതെ സീരിയസ് ആയിട്ട് വായിക്കുന്ന അവൻ. ഹെൽ ഫ്രൈ ഒരു തീ അണച്ച കഥ ATX vs SF. എന്നാ ഈ വീഡിയോ ഫസ്റ്റ് ഗ്യാങ് പറയണം. കാണാം. ഒരു ചെറിയ ഡ്രോയിങ് ആണ്. നോർമൽ പോർട്രേറ്റ് ഡ്രോയിങ് ആയി കമ്പയർ ചെയ്യല്ലേ? Thank you so much. Art of Vishnu, thank you so much brother. Means a lot. Thank you. ഇതെന്തൊരു വണ്ടിയുടെ എഞ്ചിനാ? ക്രിസ്മസ്. ഞാൻ ചത്ത് വിചാരിച്ച്. വെടിയാണോ പോണേ? വെടി പോണേ. എടാ ഈ EV കാറൊക്കെ കൊണ്ടു നടക്കുന്ന പറഞ്ഞ മനസ്സിലാകത്തില്ല. ഈ ഒരു സാധനത്തിന്റെ ഇത് ലൈക്ക് EV വരുമ്പോൾ മെയിൻലി നമ്മൾ മിസ് ചെയ്യാൻ പോണത് ഈ ഒരു സാധനമാണ്. ഈ എക്സോസ് നോട്ടിന്റെ ഒരു ഇതും ഈ പിന്നെ ഈ പറയണത് പോലെ ഈ ഇതിന്റെ ഒരു ലൗഡ്നെസ്സും ഈ ഒരു സാധനം ഇല്ലേ, അതൊരിക്കലും EV കാറിന് കിട്ടൂല. EV കാറിന് അത് കിട്ടൂല. ആ ഒരു നമ്മളെന്തോ സ്പീഡൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മൾ ഈ ആക്സിലറേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അത് വേറെ ലെവലാണ്. അയ്യോ സത്യം. ഏറ്റവും വലിയ റോബറി ഒരു 10-20 പേരോ ടേബിളിൽ നിന്ന് 1 ഇഞ്ച് മാറിയാൽ എല്ലാരെയും കൊല്ലും. റൂൾ നമ്പർ 1 സ്റ്റേജുകൾക്കൊന്നും പറ്റരുത്. കമ്മിങ് സൂൺ.
ഓക്കെ, അത്രേ ഉള്ളു. ഇതെന്തൊരു താടി മുടി കൊഴിച്ചല്, പിന്നെ താടി ഇല്ലാത്ത എല്ലാത്തിനും പറ്റിയ ഓയിലാണ്. തോന്നുന്നു കമന്റ് ഇട്ടേക്കുന്നത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ എണ്ണയും താടി വളർന്ന എണ്ണയും കൊണ്ടൊന്നും എന്നെ പിടിച്ച് ടാഗ് ചെയ്യരുതെന്ന്. എനിക്ക് വേണ്ട വാങ്ങാനിരിക്കണ്. എന്റെ കല്യാണം കഴിഞ്ഞ് ഇനി എന്തിനാ താടിയൊക്കെ? ഇനി ആരെ കാണിക്കാൻ? ഉള്ളവൾക്ക് ഈ താടിയൊക്കെ മതി. RDR 2 ഇല്ലേ ഗെയിം, അതിന്റെ സ്റ്റോറി മോഡില് നമ്മളെ ജനറൽ സ്റ്റോറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ടോണിക് കിട്ടും. അതിൽ ഈ സെയിം സ്കീമാ. പക്ഷെ അത് നമ്മൾ തേച്ചിട്ട് ഗെയിം മറ്റേ ഉറങ്ങി എണീക്കൊക്കെ ചെയ്ത് ഗെയിമിൽ ഉറങ്ങി എണീക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ താടി വളരും. എന്നിട്ട് അല്ല, അത് ഇതേപോലത്തെ സ്കീമാന്ന് പറയായിരുന്നു. ക്യാരക്ടറിന് താടി വളർത്തി ആട്ടിയിട്ടോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ണ ലുക്ക്. നിനക്ക് താടി ഉണ്ടോ? ആ ഉണ്ടോ. നിനക്ക് റിയൽ ലൈഫില് ഉണ്ട്. ഞാൻ ഫോട്ടോ അയച്ചുതരാം. നീ ഒന്ന് ക്യാമറ ഓൺ ആക്കി നോക്കട്ടെ. ക്യാമറ ഓൺ ആക്കി നോക്ക്. ഫോട്ടോ അയച്ചുതരാം. അണ്ണ വേണേ കാണിച്ചു കൊടുത്തു. ക്യാമറ ഓൺ ക്യാമറ ഓൺ ആക്കടാ. എന്റെ ക്യാമറയിൽ സത്യമായിട്ടും ഇല്ല. ഞാൻ ഫോട്ടോ വേണേ അയച്ചുതരാം. കാണിച്ചു കൊടുത്തല്ലേ, വലിയ പ്രശ്നമില്ല. ഫോട്ടോ അയക്കും താടി. ഓ അയച്ചുതരാം. നോക്കട്ടെ, വേഗം അയച്ച കണ്ടിട്ടേ ഉള്ളത്. പിന്നെ താടിയാ താടി വന്നില്ലല്ലോടാ. ഇവിടെ ലൈവ് കാണുന്നവരെല്ലാം വെള്ളം എടുത്തെടുത്ത് വെക്കണം കേട്ടാ. എല്ലാ ദിവസവും നമ്മുടെ നമ്മൾ ഈ വർഷം നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മളായിരിക്കും ഏറ്റവും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പോകുന്ന ആൾക്കാർ. മനസ്സിലായ? നമ്മളായിരിക്കും ഏറ്റവും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പോകുന്ന ആൾക്കാർ. മനസ്സിലായോ? യെസ്. നാളെ നമ്മുടെ പിള്ളേരെല്ലാം വരും. വീഡിയോ കോൾ ചെയ്യാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയെന്ന്. ഫോട്ടോഷോപ്പ് എടുക്കാൻ പോയത്. അപ്പോഴത്തേക്കും നമുക്കൊരു വീഡിയോ കാണാം. ഇതെന്തൊരു തല്ലി പൊട്ടിച്ചു. രഘുല, നിനക്ക് വേറെന്ത് കഴിവുണ്ടടാ? എനിക്ക് വാളടിക്കേണ്ട കളി. എന്തിന് വാളടിക്കേണ്ട കളി? എന്തിന്? വിട്ടേക്ക്. ഒന്നും പറയണില്ല കേട്ടോ തന്നെ. അണ്ണ താടി ഓൺ ദ വേ. എഡിറ്റ് ചെയ്തല്ലേ? എഡിറ്റാ അണ്ണൻ പറഞ്ഞ പോലെ ഞാൻ താടി മച്ചാന്റെ അല്ലേ മച്ചാ? ഈ കോളേജ് മച്ചാന്റെ അല്ലേ മച്ചാ? മച്ച പോയി ചോദിക്കും മച്ചാ, മച്ചാന്റെ കോളേജിൽ ഇത്ര ഉറക്കിച്ചിരിക്കുന്ന എന്തിനെന്ന് തരിക്കുന്നു. ഞാൻ പൊട്ടിക്കട്ടെ. അപ്പൊ മച്ചാ പൊട്ടിക്കും മച്ചാ. செகண்ட் இயர்ல இருந்து காலேஜ் ஏன் கண்ட்ரோலுக்கு வந்தது? വലതിരിഞ്ഞ് ഇടതോട്ടു. എന്തോന്ന് മനസ്സിലാവുന്നില്ലോ? മനസ്സിലാവുന്ന വഴി പറയട്ടാ. കയ്യിൽ പോയി മച്ചാ. പക്ഷെ ഇന്നലെ ഞാൻ മാത്രം കണ്ട കാര്യം ഇങ്ങനെ വെച്ച ഈ കോളേജ് മൊത്തം അറിഞ്ഞത്. അത് ഞാൻ കണ്ടതാടാ. ഇവൻ പോയിട്ട് ഉമ്മ കൊടുക്കുന്നത്. ഉമ്മയെന്ന്. അത് ഈ കവിളില് ഞാൻ എല്ലാം കണ്ടതാണ്. ഇതിന്റെ പിന്നിൽ ആരും കളിക്കുന്നുണ്ട്. പലരിടത്തും ജയിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മച്ചാൻ അവനെ ചുണ്ടുകൊണ്ട് ഇടിച്ചെന്നാണ്. കോളേജ് നിർത്തി എന്നിട്ട് ജോലിക്ക് പോ മച്ചാൻ. അല്ലെ മച്ചാന്റെ ഉമ്മ വയ്ക്കണവർക്ക് ഞാൻ എനിക്കെന്നാ പറയുന്നത്. അടുത്ത് ഞാൻ ഇല്ലായിരുന്നാ? നീ മച്ചാ ഇവരുടെ വീട് ഇവരെവിടുന്ന് കിട്ടുന്നുണ്ട് ഈ കൺസെപ്റ്റ് ഒക്കെ? ശരിക്കും പറഞ്ഞ താടി അയച്ചിട്ടുണ്ട് കേട്ടോ. താടിയാ? ഓക്കെ. മറ്റേ കട്ടത്താടി ആയിരിക്കൂല, താടി ഉണ്ട്. സുനിമോനെ, എനിക്ക് താടിയൊന്നുമില്ല. നിനക്ക് ഞാൻ അന്ന് വന്നപ്പോ പോലും താടിയില്ലായിരുന്നല്ലോ. നിനക്ക് കല്യാണത്തിന് സുനിമോനൊക്കെ താടി കളിച്ചതാ. അണ്ണനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ശബ്ദം കേട്ടാ താടി ഉണ്ടെന്ന് ആരും വിശ്വസിക്കൂല.
യൂട്യൂബ് കൊള്ളാം. പക്ഷെ കല്യാണത്തിന് എന്റെ അത്ര ഇല്ലായിരുന്നു. തടി കൂടിയണ്ടാ. താടിക്ക് നേരത്തെ വന്നറേ ഒന്നും വിഷയമല്ല. ഓക്കെ നിനക്കുണ്ടല്ലേ സെയിം ടു സെയിം. നമ്മളൊക്കെ താടി കമ്പനിയാണ്. വാസുവിന്റെ കല്യാണത്തിന് നമ്മൾ താടിയൊക്കെ കളിക്കാൻ തുടങ്ങിയത് ഇത് എന്തു കളിയാണോ ഇത്? ഞാൻ എല്ലാം പറയല്ലേ അവിടെ കൂടെ ഇറങ്ങിയപ്പോഴേ ഈ സോൺ തന്നെ മറ്റേ പച്ച സോൺ ഇറങ്ങിയ മറ്റേ ഒരു ലൂട്ട് എടുത്തിരിക്കുന്ന പോലെയാണ് താൻ കളിക്കണത്. എന്റെ ദൈവം ഈ ഓളം ചേർത്ത് തോനൊക്കെ എന്നാത്തിന് കളിക്കണേ അറിയാൻ വേണ്ട. സാമിയാണ് ഞാൻ അത് മാറ്റിട്ടാക്കി ഈ ഓളം ചെയ്യാൻ അറിയത്തില്ല. തോനൊക്കെ സോൺ നോക്കി കളിക്കണം. കൺട്രോൾ ചെയ്യണോക്കെ എന്നിട്ട് വായിക്കാതെ ഒരു ചീത്ത പോലും വരാതെ കൺട്രോൾ ചെയ്ത് നോക്കടാ. എന്റെ എന്നെ കളിക്കുക ഇതൊക്കെയാണോ കളി? താനൊക്കെ എന്നാ കളിക്കാൻ തുടങ്ങിയത്? ഇത് എന്തു കളിയാണോ ഇത്? ഞാൻ എല്ലാം പറയല്ലേ അവിടെ കൂടെ ഇറങ്ങിയപ്പോഴേ ഈ സോൺ തന്നെ മറ്റേ പച്ച സോൺ ഇറങ്ങിയ മറ്റേ ഒരു ലൂട്ട് എടുത്തിരിക്കുന്ന പോലെയാണ് താൻ കളിക്കണത്. എന്റെ ദൈവം ഈ ഓളം ചേർത്ത് തോനൊക്കെ എന്നാത്തിന് കളിക്കണേ അറിയാൻ വേണ്ട. സാമിയാണ് ഞാൻ അത് മാറ്റിട്ടാക്കി ഈ ഓളം ചെയ്യാൻ അറിയത്തില്ല. തോനൊക്കെ സോൺ നോക്കി കളിക്കണോ താനെ? ഇത് ആരടുത്ത പറയണേ? ടീമേറ്റ് അല്ലേ? അല്ല എന്നാലും ആരോടായിരിക്കും പറയുന്നത്? அதிர்ஷ்டலட்சுமிக்கு பின்னாடி ரொம்ப நாளா ஒன் சைட் லவ் ஓட சுத்திட்டு இருந்தேன். பின்னாடி இந்த குண்டு வேற. இன்ஸ்டால நான் அவளுக்கு மெசேஜ் பண்ண அவ ரிப்ளே பண்ணல. ஆனா அவ இந்த ஃபேமஸா இருக்கிற செலிபிரிட்டிஸோட போட்டோஸ்க்கு மட்டும் ஹேண்ட்ஸம் கிரஷ்னு கமெண்ட் பண்ணிட்டு இருந்தா. இதெல்லாம் பார்த்து அப்புறம் அவ என்ன பப்ளிக்கா அசிங்கப்படுத்தினது என் மைண்ட்ல ஓடி ஓடி என்ன ரொம்ப இன்செக்யூர் ஆக்கிருச்சு. நானும் அந்த மாதிரி ஃபேமஸ் ஆனாதான் அவ என்ன மதிப்பான சொல்லி உடம்ப குறைக்க ஆரம்பிச்சேன். அப்புறம் யூபிஎஸ்சி எக்ஸாம்க்கு எழுதி ஒரு வழியா கிளியர் பண்ணி ஐபிஎஸ் ஆனேன். ஐபிஎஸ் ஆகி பல குற்றங்கள்ல தடுத்து பேப்பர் மீடியா சோசியல் மீடியான்னு ஃபேமஸ் ஆனேன். ஃபேமஸ் ஆனதை பார்த்துட்டு அதிர்ஷ்டலட்சுமி நான் அன்னைக்கு பண்ண மெசேஜுக்கு இப்போ ரிப்ளை பண்ணோம். அதுக்கப்புறம் நாங்க மீட் பண்ணி லவ் பண்ணி கல்யாணம் பண்ணிக்கிட்டோம். அப்புறம் ஒரு ரேப் கேஸ்ல மினிஸ்டரோட பையனை யாருக்கும் தெரியாம கொன்னேன். என் பையனை கொன்னது யாரு? நானா கூட இருக்கலாம். ரொமான்ஸ் கேக்குதா? பின்னாடி இந்த குண்டு வேற. பின்னாடி குண்டா? சாவு. വർഷങ്ങൾ നീണ്ട റിവെഞ്ച്. സ്റ്റീവ് ഇത്ര താടിക്കുമ്പോ ചൊറിയൂലടാ. സത്യത്തിൽ മറ്റേ ചായ കുടിക്കുമ്പോഴേ മറ്റേ മീശയിലൊക്കെ അണ്ണ കണ്ടിട്ട് അല്ല അല്ല ഞാൻ മലപ്പുറം ചെയ്തല്ല. പിന്നെ ഫ്രീ ആയിട്ട് റെഡും. അതെ അവനല്ല ചെയ്ത. അപ്പൊ നീയാണ് ചെയ്ത. അല്ല ഇതൊന്ന് പരിപാടിയാ. എന്നെ കൊഞ്ഞനം കുത്തി കാണിച്ചാ ചെറുതളി ഈകളെ കണ്ടത് പോലെ ഉണ്ട്. അത് കൊച്ചുകാരൻ ജനിക്കുമ്പോഴേ രോമൊന്നും കാണത്തില്ല. പറഞ്ഞ് പ്രശ്നമാണിത്. മറ്റേ സാധനമാണിത്. അതേഴ്സ് ഇറ്റ്സ് ജസ്റ്റ് എ സിറ്റി ഗെയിമേഴ്സ്. എന്റെ മുതുക്ക് ഓഷ്യൻ ഹൈവേ ജ്വല്ലറി ബീച്ച് അർണിവല് മുതുക്കിന്റെ റോഡ്. ഓ മറ്റേ തിയേറ്റർ. ഓ ഗലീലിയോ. ഞാൻ ഇവിടെ പോയ ഒരു IRL സ്ട്രീം ഇടുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? വിഷയായിരിക്കും. വിഷയായിരിക്കും. ഓ
പണ്ട് ഒരു ശിവാണ്ണും ഒക്കോസും ഇതുപോലെ സേഫ് സ്പോട്ടല്ലേ ഇത്? പക്ഷെ എല്ലാ സ്പോട്ടും വിസിറ്റ് ചെയ്യണം. മറ്റേ RP ഓർമ്മയില്ലേ? എന്നിട്ടാണ് സിറ്റി വന്നിട്ട് അതേപോലെ ഒരു പിക്ക് എടുത്തിട്ട് കിക്കിനോട് പറഞ്ഞു കൊണ്ടുപോകുന്നു ചോദിക്കാം. ഞാനിനി ഫോറിനാണ്, ഫോറിൻ സ്ട്രീമർ, മനസ്സിലായ? நெல்ல போல அவசரமா சமஞ்ச ஐத்த மக பஞ்சத்துக்கு ஆதாரமா மஞ்ச കുട്ടി പൊട്ട് പൂനെ പോലെ പുള്ളിക്കാരുടെ സൗണ്ട് ഒക്കെ എന്ത് രസമല്ലേ. തലച്ചുത്തി കൊഴഞ്ച പാവമെന്ന് ഇതില് ഭയങ്കര എഫക്ട്സ് പോലെ നീ വിട്ട കല്ല പോട തുണിഞ്ച சொந்தக்காரன் நான் தானே தொட்டு பார்க்க கூடாதா நிலக்கரைய கழிச்சாலும் ஒன்ன திருத்த முடியாதா இந்த நாட்டில் தீண்டாமைதான் இன்னும் உள்ளதா நாக்குல மூக்கையே பசனிரி சககரி தொட்டவன் நானடி நெறிகரி நீரப்பா இதோட 5 ஸ்டார் சாப்பிட்டுக்கிட்டு எந்த வேலையும் செய்யாம சும்மா உட்காந்துருக்கலாம். சும்மா உட்காந்துருக்கோன்னு வீட்டுல வந்து திட்டினா டக்குன்னு லைட் ஆஃப் பண்ணி ஆன் பண்ணி அண்டர்டேக்கர் மாதிரி வந்து அவங்களை பயமுறுத்தி வரலாம். ഇത് കണ്ട് ഇപ്പൊ മടുത്ത്. എത്ര ഉള്ളൂ? എടാ ഞാൻ ഇറങ്ങണോ? എടാ അല്ല